തോൽപ്പെട്ടി നെടുന്തന ഉന്നതിയിൽ വോട്ട് പിടിക്കാൻ മദ്യം വിതരണം ചെയ്തെന്ന ആരോപണം നിഷേധിച്ച് ഉന്നതി നിവാസികൾ. അതേസമയം ആരോപണ പ്രത്യാരോപണങ്ങളുമായി LDF, UDF മുന്നണികളും രംഗത്തെത്തി. CPM സ്ഥാനാർത്ഥിയും ചില പ്രവർത്തകരും രാത്രി ഉന്നതിയിൽ മദ്യം വിതരണം ചെയ്യാനെത്തിയെന്നാണ് UDF ആരോപണം. UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് തിരുനെല്ലി പോലീസ് സംഭവസ്ഥലത്തെത്തി. ആരോപണ വിധേയരായവരെ ഉന്നതിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ UDF പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു. ഉന്നതിയിൽ പ്രവേശിച്ച സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു. പോലീസിൻ്റെ പുറകെ നമ്മളും കുറച്ച് പ്രവർത്തകരും ആ റോട്ടിൽ തന്നെ നിന്നു. ഉന്നതിയിൽ നമ്മൾ പ്രവേശിച്ചില്ല. അങ്ങനെ പോലീസ് പോയി CPMകാരെ 3 വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും വണ്ടിയിൽ കയറ്റുകയും CPMൻ്റെ ഇപ്രാവശ്യം ഇവിടെ 6ാം വാർഡിൽ മത്സരിക്കുന്ന വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു കൂടെ. അതുപോലെ 4ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഇനിയും ഉന്നതിയിൽ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, മദ്യം കൊണ്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവരെയും കൂടി സാറ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരോട് പറഞ്ഞത്. അപ്പോഴത്തേക്കും കുറേ CPMൻ്റെ പ്രവർത്തകർ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഈ ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയും ഈ പിടിച്ച 3 പേരെ അവർ തന്നെ ബലമായിട്ട് പോലീസ് വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഉന്നതിയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മദ്യപാനികളായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് ഉന്നതി നിവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം പ്രകടനത്തിന് കൊണ്ടുപോകാൻ UDF പ്രവർത്തകർ മദ്യം നൽകിയെന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഉന്നതിയിലെ യുവാക്കൾ കാവൽ നിന്നത് UDF പ്രവർത്തകർ തെറ്റിദ്ധരിപ്പിച്ച് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നും ഉന്നതി നിവാസികൾ പറഞ്ഞു. ആ സമയത്ത് തന്നെ തോൽപ്പെട്ടിയുടെ പല ഭാഗത്തുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആൾക്കാരൊക്കെ വലിയ സംഘമായിട്ട് വന്നുകൊണ്ട് ഉന്നതിയിലെ സ്വൈരവിഹാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കലാപത്തിന് ഇവിടെ ആഹ്വാനം ചെയ്ത് കലാപത്തിന് തുല്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉന്നതിയുടെ സമാധാനം ആകെ തകർത്തുന്ന രീതിയിൽ വലിയൊരു കലാപം തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. ആരും വരുത്തൊന്നില്ല. ഈ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഈ കോളനി കാണുന്നവര്, അല്ലാണ്ട് ഈ കോളനി കാണുന്നുണ്ടോ? ഈ മരിച്ച ആൾക്കാർ അറിയുന്നുണ്ടോ? ഈ മരിച്ച ആൾക്കാർ വോട്ടാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പൊ മരിച്ചും തെളിവ് അവർക്ക് എങ്ങനെ ഉണ്ട്? ഇല്ല, തെളിവില്ല. ആളറിയണല്ല തെളിവുണ്ടെങ്കിൽ. ഒരു കോളനി കാണുന്ന അപ്പോഴാണല്ലോ, പിന്നെ എങ്ങനെ ആൾ മരിച്ചെന്ന് അറിയുന്നത്? ഇങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. DYSP VK വിശ്വംഭരൻ, തിരുനെല്ലി SHO ബിജു M എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, തിരുനെല്ലി.